ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും രുചിയിൽ നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളിലും ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് എല്ലാം കഴിക്കാൻ തോന്നുമ്പോഴും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാളും നല്ല രുചിയിലുള്ള നല്ലൊരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നല്ലൊരു ചില്ലി ചിക്കനുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ചില്ലി ചിക്കൻ പൗഡറാണിത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ്, അതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചില്ലി ചിക്കൻ പൗഡറിൽ കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഹാഫ് ലെമൺ, 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നല്ലത്, മസാല നല്ലതുപോലെ ഇതിലേക്ക് പിടിക്കും. ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2.5 കപ്പാണ് എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ അരി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയുക ഒരു അരിപ്പയിലേക്ക്. അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി 20 മിനിറ്റിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ അരിപ്പയിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ടേനു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. 1/4 വേവായാൽ മതി, ഒരുപാട് വെന്ത് പോകരുത്. 1/4 വേവാകുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയുക. ഫ്രൈഡ് റൈസ് വെക്കാനായിട്ട് ചോറ് വെക്കുമ്പോൾ നേരത്തെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രൈഡ് റൈസ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയി കിട്ടും. അപ്പം നമ്മൾ വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ ഉച്ചക്കേ വെച്ചിട്ട് ചൂടെല്ലാം പോയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ചോറ് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് നന്നായിട്ട് ചൂടെല്ലാം പോയി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതാ അരി 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഇതാ അരിപ്പക്കയിൽ ഇതുപോലെ കോരിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് അരിപ്പയിലേക്ക് ഇതുപോലെ കോരിയിട്ടതിന് ശേഷം ഒരുപാട് ടൈം അതുപോലെ തന്നെ വെക്കണ്ട. അപ്പോൾ ആ ചൂട് കൊണ്ട് വീണ്ടും അരി വെന്ത് പോവും. അതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂട് പോകാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടേനു, വീഡിയോയിലില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇനി ഞാനിതാ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓയിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 3 പ്രാവശ്യമെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചത്. ഒരുപാട് എണ്ണ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇതാ അടുത്തതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും ഹാഫ് ലെമണും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം ഫ്രൈ ആയി വരും. ആ ഒരു സമയത്ത് അതേ എണ്ണയിലേക്ക് തന്നെ ഇതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം ഫ്രൈ ആക്കിയിട്ട് ഞാനിതുപോലെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. തിരിച്ച് മറിച്ച് വിടാൻ പറ്റില്ല, ചെറിയ ചെറിയ പീസായതുകൊണ്ട്. അതുകൊണ്ട് മിക്സാക്കി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിക്കനെല്ലാം അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇനി ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് നല്ലൊരു മണം വരും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂക്കുന്നതിൻ്റെ ആ ഒരു മണം വന്ന് തുടങ്ങിയിട്ടാകുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ക്യൂബായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു 5-6 പച്ചമുളക്, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഒരുപാട് കൂടി പോകണ്ട, എന്നാലും അധികം ഇല്ലാണ്ടും ആവണ്ട. സവാളയും ക്യാപ്സിക്കം പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴന്ന് ആ ഒരു സവാളൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊന്നും മാറാത്ത രീതിയിൽ, അതുപോലെ കളറൊന്നും മാറാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സോയാ സോസും കെച്ചപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം സ്വീറ്റ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എല്ലാത്തിലും ചേർക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുത്താൽ മതി. ഹണി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ചിക്കനും ആ ഒരു മസാലയും സോസും എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് വൈറ്റ് എള്ള് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പായാലും എരിവായാലും അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും രുചിയിലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് എടുക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് ചിക്കി എടുക്കണം. മുട്ട നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി മുട്ട നല്ലതുപോലെ ചിക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാത്ത ഓയിൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തതും, കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ബീൻസ് കട്ട് ചെയ്തത്, പിന്നെ ഒരു 3-4 പച്ചമുളകും കട്ട് ചെയ്തതാണ് എടുത്തിന്. ആദ്യം തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയാണ് എടുത്തത്. എല്ലാവരും 1/4 കപ്പോളം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് വെജിറ്റബിൾസ് വേണമെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റി വെജിറ്റബിൾസിൻ്റെ ആ ഒരു പച്ച കളറൊന്നും മാറാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കി എടുത്ത മുട്ടയിൽ നിന്നും പകുതിയോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ നിന്നും പകുതിയോളം ഇട്ട് കൊടുക്കുക. പിന്നെ വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടേനു. ആ ഒരു ചോറും കൂടെ ഇതിലേക്ക് എല്ലാം പകുതിയോളം ഇട്ട് കൊടുത്താൽ മതി. ചോറിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം പകുതി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള മുട്ട ചിക്കിയത്, ചിക്കൻ ഫ്രൈ ചെയ്തത് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ചോറും വെജിറ്റബിൾസും മുട്ടയും ചിക്കനും സോസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇവിടെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാം എത്തണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും രുചിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, പൊറോട്ടൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി രുചിയിലുള്ള നല്ലൊരു ചില്ലി ചിക്കൻ കൂടിയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതാ ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കനും കൂടെ സെർവ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാനും അതുപോലെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസെല്ലാം കഴിക്കാൻ തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.